ഒരു നാട്ടിൽ ശിവഭക്തനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഊണിലും ഉറക്കത്തിലും അദ്ദേഹം ഓം നമഃശിവായ മന്ത്രം ഉരുവിട്ടിരുന്നു. അദ്ദേഹം വീടുകളിൽ ചെന്ന് ഭിക്ഷ സ്വീകരിച്ചാണ് ജീവിച്ചിരുന്നത്. നാട്ടുകാരിൽ പലരും അദ്ദേഹത്തിന് ഭിക്ഷ നൽകാതെ മടക്കി വിട്ടിരുന്നു. ഇതിൽ അദ്ദേഹം വളരെ ദുഃഖിച്ചു. ഇതെല്ലാം കണ്ട് കൈലാസത്തിൽ ഇരുന്ന പാർവതീദേവി മഹാദേവനോട് ചോദിച്ചു, ദേവ, അങ്ങയുടെ ഭക്തനായ ആ സന്യാസിയുടെ ദുഃഖം അങ്ങ് കാണുന്നില്ലേ? അങ്ങയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചുകൂടെ? ഇത് കേട്ട ഭഗവാൻ അർത്ഥഗർഭമായി പുഞ്ചിരിച്ചു. ഇത് കണ്ട ദേവിക്ക് കോപം വന്നു. വീണ്ടും സന്യാസിയെ സഹായിക്കാൻ ദേവനോട് ദേവി ആവശ്യപ്പെട്ടു. ദേവിയുടെ ഇംഗിതത്തിന് വഴങ്ങി ദേവൻ ഒരു സ്വർണ്ണക്കിഴി ദേവിക്ക് നൽകിയിട്ട് സന്യാസിക്ക് ആ സ്വർണ്ണക്കിഴി നൽകാൻ നിർദ്ദേശിച്ചു. ഈ സമയം സന്യാസി ജനങ്ങളിൽ നിന്നും ഭിക്ഷ ലഭിക്കാനുള്ള ഉപായം ആലോചിക്കുക. അന്ധനായി അഭിനയിച്ചാൽ ഭിക്ഷ ലഭിക്കും എന്ന് കരുതി അദ്ദേഹം ഒരു തുണി കൊണ്ട് തൻ്റെ നേത്രങ്ങളെ മറച്ച് ഭിക്ഷ യാചിച്ചു തുടങ്ങി. അന്ധനായ സന്യാസിയെ കണ്ട് ജനങ്ങൾ ഭിക്ഷ നൽകി തുടങ്ങി. പാർവതീദേവി സന്യാസി വരുന്ന വഴിയിൽ മഹാദേവൻ നൽകിയ സ്വർണ്ണക്കിഴി വയ്ക്കുന്നു. അന്ധനായി വേഷം കെട്ടിയ സന്യാസി സ്വർണ്ണക്കിഴി കാണാതെ അത് മറികടന്നു പോകുന്നു. ഇത് കണ്ട മഹാദേവൻ ചെറുപുഞ്ചിരിയോടെ ദേവിയോട് പറഞ്ഞു, ദേവി, നമ്മുടെ ഭക്തൻ നാം നൽകിയ സഹായം അർഹിക്കുന്നില്ല. അപ്പോഴാണ് ദേവിക്ക് മഹാദേവന്റെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലായത്. ഗുണപാഠം: പാത്രം അറിഞ്ഞ് ഭിക്ഷ നൽകുക. അവസരങ്ങൾ ആവർത്തിക്കില്ല.